പ്രധാനമന്ത്രി മോദിയുടെ യാത്രയ്ക്ക് മുമ്പ് അജിത് ഡോവലിന്റെ രഹസ്യമായിട്ടുള്ള ഒരു വരവ് കേരളത്തിൽ എല്ലാവരെയും ഞെട്ടിച്ച ഒരു കാര്യമാണ്. ആരും അറിയാതെ രഹസ്യമായി തിരുവനന്തപുരത്ത് എത്തിയ അജിത് ഡോവൽ ശരിക്കും എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. ഈ സന്ദർശനത്തിൽ PSLV പരാജയങ്ങളെക്കുറിച്ചുള്ള VSSC അവലോകനവും ഒരു ചിപ്സ് ഷോപ്പിൽ അപ്രതീക്ഷിതമായി എത്തിയതും ഉൾപ്പെടുന്നു എന്നുള്ളത് ഞെട്ടിച്ച ഒരു കാര്യമാണ്. ജനുവരി 22, 23 തീയതികളിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കേരളത്തിൽ തലസ്ഥാനമായ തിരുവനന്തപുരം സന്ദർശിച്ചിരുന്നു. എന്നാൽ പതിവ് പോലീസ് സന്ദർശനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ സൈറണുകൾ ഉണ്ടായിരുന്നില്ല, പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്തുണ്ടെന്ന് മിക്കവർക്കും അറിയില്ലായിരുന്നു. സന്ദർശന വേളയിൽ ഡോവൽ ശാസ്ത്രജ്ഞരുമായി സ്വകാര്യ മീറ്റിംഗുകൾ നടത്താൻ സഹായിക്കുന്ന വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിലേക്ക് പോയി. ആരും ശ്രദ്ധിച്ചില്ല. ഇന്ത്യയിലെ സുരക്ഷയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് രഹസ്യമായിരിക്കുക എന്നത് സാധാരണമാണ്. എന്നാൽ ഈ സന്ദർശനത്തെ സവിശേഷമാക്കിയത് പര്യടനത്തിനിടെ അദ്ദേഹം എങ്ങനെയാണ് താഴ്ന്ന പ്രൊഫൈൽ നിലനിർത്തുന്നത് എന്നതാണ്. ഒരു ദിവസം രാവിലെ ഏകദേശം 8 മണിയോടെ ഡോവൽ കിഴക്കേ കോട്ടയ്ക്കടുത്തുള്ള ചെറുതും പ്രശസ്തവുമായ ഒരു ലഘു ഭക്ഷണ കടയായ മഹാ ചിപ്സിലേക്ക് നടന്നു. ശബരിമല സീസണിൽ കട നേരത്തെ തുറക്കും, പക്ഷേ ആ സമയത്ത് സാധാരണയായി ആളുകൾ വളരെ കുറവായിരിക്കും. പിന്നീട് പുറത്തു വന്ന ഒരു വീഡിയോയിൽ സാധാരണ വസ്ത്രം ധരിച്ച സുരക്ഷാ ഗാർഡുകൾക്കൊപ്പം നടക്കുന്നതായി കാണിച്ചു. ചുറ്റും നോക്കി കുറച്ച് ചിപ്സ് വാങ്ങി ശാന്തമായി പോവുകയായിരുന്നു. മഹാ ചിപ്സ് ജീവനക്കാരുടെ പ്രതികരണം ആരും തിരിച്ചറിഞ്ഞില്ല. ആരും അദ്ദേഹത്തെ തുറച്ചു നോക്കിയില്ല, ആരും മിണ്ടിയില്ല, ആരും തടഞ്ഞില്ല. രാവിലെ ലഘുഭക്ഷണം വാങ്ങുന്ന മറ്റേതൊരു ഉപഭോക്താവിനെയും പോലെയായിരുന്നു അത്. അതാണ് രസകരമായത്. രാജ്യത്തെ ഏറ്റവും ശക്തനായ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ ഒരാൾ വളരെ ലളിതമായ ഒരു കാര്യം ചെയ്തിരിക്കുന്നു. പിന്നീട് മഹാചിപ്സിലെ ജീവനക്കാർ പറഞ്ഞത് അദ്ദേഹം ആരാണെന്ന് തങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവരുടെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് അവർക്കത് മനസ്സിലായതെന്നാണ്. ഒരു സാധാരണ വ്യക്തിയെ പോലെയാണ് അദ്ദേഹം പെരുമാറിയതെന്നും അവർ പറയുകയുണ്ടായി. ഡോവൽ എന്തിനാണ് തിരുവനന്തപുരം സന്ദർശിച്ചത് എന്നുള്ള ചോദ്യം ഇന്ത്യയുടെ ബഹിരാകാശ റോക്കറ്റുകളുടെ പ്രശ്നങ്ങൾ പരിശോധിക്കാനാണ് അദ്ദേഹം എത്തിയത് തന്നെ. അടുത്തിടെ സാധാരണയായി വളരെ വിശ്വസനീയമായ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLV ഒന്നിലധികം തവണ പരാജയപ്പെട്ടിരുന്നു. ഇത് സർക്കാരിനെ വളരെയധികം ആശങ്കാകുലരാക്കി എന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് ഇതിന് പിന്നിൽ? എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ? ഇതൊക്കെ തന്നെ അറിയാൻ തന്നെയാണ് ഡോവൽ എത്തിയത്. പ്രധാനമന്ത്രി മോദിയുടെ നിർദ്ദേശപ്രകാരം ഡോവൽ തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രം സന്ദർശിക്കുകയുണ്ടായി. അവിടെ അദ്ദേഹം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയിലെ മുതിർന്ന ശാസ്ത്രജ്ഞരുമായി സംസാരിക്കുകയുണ്ടായി. എന്താണ് തെറ്റ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. 3ാം ഘട്ടം എന്നറിയപ്പെടുന്ന റോക്കറ്റ് പറക്കലിന്റെ അതേ ഭാഗത്താണ് പരാജയങ്ങൾ സംഭവിച്ചത്. അത് വളരെ പ്രധാനമാണ്. ഇത് വീണ്ടും സംഭവിച്ചതിനാൽ രാജ്യത്തിന് ഒരു അപകടവും അട്ടിമറിയും ഇല്ലെന്ന് ഉറപ്പാക്കാൻ സർക്കാർ ആഗ്രഹിച്ചിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടമോ ഇതിന് പിന്നിൽ ഉണ്ടോ എന്നുള്ളത് അറിയാൻ തന്നെയാണ് ഡോവലിന്റെ ഈ ഒരു വരവ് തന്നെ. ബഹിരാകാശ കമ്മീഷൻ അംഗമെന്ന നിലയിൽ പ്രശ്നം ഏതെങ്കിലും ബാഹ്യ ഭീഷണി മൂലമാണോ അതോ ആഭ്യന്തര പ്രശ്നം മൂലമാണോ ഉണ്ടായതെന്ന് ഡോവൽ പരിശോധിച്ചു. ആരെയും കുറ്റപ്പെടുത്താതെ വസ്തുതകൾ പഠിക്കുന്നതിലായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവനും. ന്യൂഡൽഹിയിൽ തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയും ഉണ്ടായിരിക്കുകയാണ്. അട്ടിമറി നടന്നിട്ടില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നും എന്നിരുന്നാലും ചില തെറ്റുകളും പരിഹരിക്കേണ്ട മേഖലകളും അത് ചൂണ്ടിക്കാണിക്കുകയും ഉണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് അപ്രതീക്ഷിതമായി ഡോവൽ കേരളത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് പറന്നെത്തിയത് തന്നെ. അതിന്റെ ഉദ്ദേശവും വളരെ വ്യക്തമായിരുന്നു. അതെല്ലാം പരിശോധിച്ച് മനസ്സിലാക്കി എവിടെയാണ് തെറ്റ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഡോവൽ തിരിച്ചുപോയതും അതിന്റെ റിപ്പോർട്ടുകൾ മോദിക്ക് മുന്നിൽ എത്തിച്ചതും.